നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റായി. കാരണം ഇന്ന് ലൈവ് ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എല്ലാവരുടെയും നോക്കി തീർക്കാൻ സാധിച്ചില്ല കേട്ടോ. എനിക്ക് മോളെ വിളിക്കാനൊക്കെ സമയമായത് കാരണം ഞാൻ നിർത്തി. രണ്ട് മണിക്കൂറോളം ഉണ്ടായിരുന്നു, എന്നിട്ടും തീർക്കാൻ പറ്റിയില്ല. ഫ്രൈഡേ ഞാൻ വീണ്ടും വരുന്നുണ്ട്, ലൈവ് വരുന്നുണ്ട് കേട്ടോ. ഫ്രൈഡേ 11 ലൈവ് വരുന്നുണ്ട്, ജോയിൻ ചെയ്തോളൂ. നാളത്തെ മെമ്പേഴ്സ് ലൈവ് ഞാനൊന്ന് മാറ്റി വെക്കേണ്ട കേട്ടോ. എനിക്ക് വേറൊരു അത്യാവശ്യം വന്ന് ചേർന്നിട്ടുണ്ട്. അടുത്തത് എപ്പോഴാണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഐ എം സോറി. അപ്പോൾ ഫ്രൈഡേ വീണ്ടും സബ്സ്ക്രൈബേഴ്സ് ലൈവാണ് കേട്ടോ. ഇന്ന് ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടാത്തവർ ദയവായി അന്ന് ജോയിൻ ചെയ്യുക. ഇന്ന് ആൻസേഴ്സ് കിട്ടിയവർ ദയവായി വീണ്ടും ഫ്രൈഡേ വരാതിരിക്കുക കേട്ടോ. 2 ദിവസത്തിൽ നിങ്ങളുടെ പേഴ്സൻ്റെ യാതൊരു എനർജിയും മാറാൻ പോകുന്നില്ല. അഥവാ ലൈവിൽ ഉള്ള റീഡിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ല നിങ്ങളുടെ എനർജി അല്ല കണക്റ്റ് ആയതെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ ദയവായിട്ട് പേഴ്സണൽ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കൂ കേട്ടോ. എൻ്റെ അടുത്ത് തന്നെ എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ആരെടുത്ത് വേണമെങ്കിൽ പോയി എടുത്തോളൂ. എന്നാലും പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാൻ സാധിക്കും. ലൈവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു കുറച്ച് സമയത്തിൽ കാർഡ്സ് എടുക്കുന്നതാണ്. മറ്റുള്ളവരുടെ എനർജി അതിനകത്ത് കണക്റ്റ് ആവാം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് 200-300 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ പറയുക കേട്ടോ. ഒരുപാട് സംസാരിച്ച് സമയം കളയല്ല, നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഈ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കണ്ണിലൂടെ. നിങ്ങളുടെ പേഴ്സൻ്റെ എന്ന് വെക്കണ്ട, നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണ് എന്നാണ് കരുതുന്നത്. അവരുടെ കണ്ണിലൂടെ, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ കണ്ണിലൂടെ നമുക്ക് നിങ്ങളെ എന്നറിയാൻ ശ്രമിക്കാം. നിങ്ങൾ എങ്ങനത്തെ വ്യക്തിയാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും ഇൻക്ലൂഡഡ് ആയിക്കോട്ടെ. അതിൽ നിങ്ങളുടെ പേഴ്സൺ ഉൾപ്പെടെ മറ്റുള്ളവർ നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്നാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. എന്നാൽ അത് നോക്കാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ഒരിക്കലും ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ന്യൂട്രലായിട്ടിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. തുടങ്ങാം. അപ്പോൾ ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സ് എങ്ങനെയുള്ള വ്യക്തിയാണ് എന്നാണ് എൻ്റെ വ്യൂവേഴ്സിന് ചുറ്റുമുള്ള വ്യക്തികൾ, മറ്റു വ്യക്തികൾ, അവരെക്കുറിച്ച് ചിന്തിക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റു വ്യക്തികൾ, അത് അവരുടെ പേഴ്സണും ഉൾപ്പെട്ടുകൊള്ളട്ടെ, എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി എന്ത് അഭിപ്രായമാണ് കീപ്പ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. എന്താണ് മറ്റുള്ളവർ എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി ഉള്ള അഭിപ്രായം, ചിന്തകൾ, അവരെങ്ങനെയുള്ള ആൾക്കാരാണെന്നാണ് അവർ വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണും അതിൽ ഉൾപ്പെട്ടുകൊള്ളട്ടെ. എടുക്കുകയാണേ. പേജ് ഓഫ് കപ്സ്, Temperance, Ace of Cups, Eight of Cups, okay, Five of Swords, okay, Page of Swords, Six of Cups, Three of Pentacles, King of Cups, Two of Wands, Four of Wands, Nine of Swords, the Emperor, bottom of the deck Emperor കേട്ടോ. പേജ് ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന, വളരെ രസകരമായി സംസാരിക്കുന്ന, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നല്ലപോലെയുള്ള ഒരാളാണ് എന്ന് എല്ലാവരും വിചാരിക്കാറുണ്ട് കേട്ടോ. നിങ്ങളുടെ സംസാരം കേട്ടിരിക്കാൻ നല്ല രസമാണ് എന്ന് എല്ലാവരും പറയും. അത് ഒരുപാട് പേർക്ക് റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയാം, എനിക്ക് ഉൾപ്പെടെ. അങ്ങനെ ഭയങ്കര രസമാണ് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ. നിങ്ങൾ നല്ല രസകരമായിട്ട് തമാശയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടാവും. അതൊക്കെ കേട്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ് എന്നവർ ചുറ്റുമുള്ളവർ കരുതുന്നുണ്ട് കേട്ടോ. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങൾ ഇമോഷണലി വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഓക്കെ, സ്പിരിച്വലാണ് മെയിനായിട്ടും. ദൈവിക കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന താല്പര്യമുള്ള ഒരാളാണ്. പതിവായി അമ്പലം, ക്ഷേത്രം, അങ്ങനെയൊക്കെ ഭക്തി മാർഗങ്ങൾ, പൂജ അങ്ങനെയൊക്കെ ചെയ്യുക.
പ്രാർത്ഥനകൾ ചെയ്യുക, അങ്ങനെയൊക്കെ വളരെ താല്പര്യമുള്ള വ്യക്തിയാണ് എന്ന് അവർ കരുതുന്നുണ്ട്. നിങ്ങൾ പതിവായിട്ട് അമ്പലത്തിലോ പള്ളിയിലൊക്കെ വെച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, അവരാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കേട്ടോ. വളരെ ഇമോഷണലി ബാലൻസ്ഡ് ആണ്. നിങ്ങളുടെ അടുത്ത് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് ഒരു പരിഹാരം കൊടുക്കാൻ സാധിക്കാറുണ്ട് എന്ന് അവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ടെമ്പറൻസ്. ഏസ് ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ വളരെയധികം സ്നേഹം ഉള്ള ഒരാളാണ് എന്നും, എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയൊക്കെ ആയിരിക്കും അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ ഫാമിലി ഒക്കെ ആയിരിക്കും ഇത് വിചാരിക്കുക. നിങ്ങളുടെ കസിൻസ് ആവട്ടെ, അങ്ങനത്തെ ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, എല്ലാവരും തന്നെ വിചാരിക്കുന്നത് നിങ്ങൾ വളരെയധികം സ്നേഹം ഉള്ള ഒരാളാണ്. എന്ത് സഹായം വേണമെങ്കിൽ നിങ്ങൾ, അതായത് അൺകണ്ടീഷണലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരുന്നു എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത്. ആരുടെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ഉണ്ടായില്ലെങ്കിൽ പോലും നിങ്ങൾ അവരെ സഹായിക്കാൻ ഓടിയെത്താറുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു 100% സ്നേഹം നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് കൊടുക്കാറുണ്ട് എന്ന് തന്നെ അവർ കരുതുന്നു കേട്ടോ. സഹായഹസ്തം എപ്പോഴും നിങ്ങൾ അവൈലബിൾ ആണ് എന്ന് തന്നെ കരുതുന്നുണ്ട്. ക്ലാരിഫൈ 8 ഓഫ് കപ്സ്. 8 ഓഫ് കപ്സ് എന്താണ് അവരുടെ ചിന്ത? 8 ഓഫ് കപ്സ് വെച്ച് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ തടസ്സങ്ങളെ ഭയപ്പെടാത്ത ഒരാളാണ്. ലൈഫിൽ ഒരുപാട് തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് മറ്റുള്ളവർ നമ്മളെ നോക്കി തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങൾ വരുമല്ലോ ലൈഫിൽ. നമ്മൾ എത്രയോ അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അതായത് നമ്മളൊന്ന് താഴ്ന്ന് പോകുന്ന സമയത്ത് ആരും ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. എസ്പെഷ്യലി ഫൈനാൻഷ്യലൊക്കെ വരുന്ന സമയത്ത് നമ്മളങ്ങ് തീരെ ഒറ്റപ്പെട്ടു പോകുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വരുന്നതായിട്ട് കാണും അല്ലേ. അവിടെയൊക്കെ നിങ്ങൾ അങ്ങ് തളർന്നു പോയി നിൽക്കാറൊന്നുമില്ല. നിങ്ങളൊരു എംപ്രസാണ്. നിങ്ങൾ എവിടെയും തല കുനിക്കില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാനുള്ള ഒരു പൊട്ടൻഷ്യൽ, നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങളത് 1നെ 10 ആക്കും എന്നുള്ള രീതി. 1 രൂപ നിങ്ങളുടെ തന്നാൽ അതിനെ 10 രൂപയാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. തടസ്സങ്ങളെ നിങ്ങൾ ഭയന്ന് നിൽക്കാറില്ല. നിങ്ങളൊരു എംപ്രസിനെ പോലെ ധൈര്യസമേതം അതിനെ ഫേസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് കേട്ടോ. നിങ്ങൾ പേടിച്ച് മാറി നിൽക്കാറില്ല. അവരെ കണ്ട് പഠിക്കണമെന്ന് മറ്റുള്ളവർ പറയും. ആ രീതിയിലുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നും ഇവർ ചിന്തിക്കാറുണ്ട് കേട്ടോ. അതേപോലെ 5 ഓഫ് സോർട്സ് എന്താണ്? വാട്ട് ഈസ് 5 ഓഫ് സോർട്സ്? വാട്ട് ഈസ് 5 ഓഫ് സോർട്സ്? 5 ഓഫ് സോർട്സ് ഹിയർ. 3 ഓഫ് വാൻഡ്സ് ആൻഡ് കിങ് ഓഫ് കപ്സ്. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ തടസ്സപ്പെട്ടാലും ശരി, നിങ്ങളും അവർക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കും എന്നുള്ളൊരു രീതിയാണ്. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യും. സാക്രിഫൈസ് ചെയ്തിട്ടായാലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ചുറ്റിനുമുള്ളവർക്ക് വേണ്ടിയിട്ട്, അത് നിങ്ങൾക്ക് വളരെ എന്താ പറയുക, വേണ്ടപ്പെട്ടവരാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ദൂരെ ദേശത്തേക്ക് ഒറ്റയ്ക്ക് പോകാനായാലും, അവിടെ പോയി പണിയെടുക്കാനായാലും, എന്ത് സാക്രിഫൈസ് തന്നെയായാലും, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാൽ പോലും നിങ്ങൾ അവർക്ക്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും എന്ത് കഠിനാധ്വാനവും ചെയ്യാൻ നിങ്ങൾക്ക് മടിയില്ല എന്നും അവർ ചിന്തിക്കുകയാണ്. നിങ്ങൾക്ക് അവരോട് സ്നേഹമാണ് അല്ലേ. സ്നേഹം, നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ലെവൽ ഓഫ് ത്യാഗത്തിനും തയ്യാറാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ചുറ്റിനുമുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചുണ്ട് കേട്ടോ. നല്ല ചിന്തകളാണല്ലോ. പേജ് ഓഫ് സോർട്സ് വെച്ചിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഉള്ള ഒരു എന്താ പറയുക, ഇൻക്വിസിറ്റ്നെസ് എന്ന് പറയും അതിന്. അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വളരെ താല്പര്യമാണ് നിങ്ങൾക്ക്. എന്തെങ്കിലും ഒരു പുതിയ കാര്യം കണ്ടു, അതെന്താണ്, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് അത് ഉടനെ അതൊന്ന് പഠിച്ച് നോക്കി. ഇപ്പോൾ ടാരോ ആണ്, ടാരോ നിങ്ങൾ കാണുന്നു, ഉടനെ മനസ്സിൽ വരും ഇത് പഠിക്കാൻ പറ്റുമോ എന്നുള്ള രീതി. അങ്ങനെ ഒരു കുട്ടിത്തരം വിട്ടുമാറാത്തൊരു മനസ്സ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ, അറിവ് സമ്പാദിക്കാനൊക്കെ നിങ്ങൾക്ക് വളരെ താല്പര്യമാണ് എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ വായിക്കുന്നവരായിരിക്കും, ഒരുപക്ഷെ ബുക്സൊക്കെ ഒരുപാട് വായിക്കുന്നവരായിരിക്കും. അങ്ങനെയൊക്കെ ലൈബ്രറി മെമ്പർഷിപ്പ്, ലൈബ്രറി വെച്ച് പരിചയപ്പെട്ടവരായിരിക്കാം. അങ്ങനെയൊക്കെ വളരെയധികം അറിവ് സമ്പാദിക്കാൻ താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെന്നും നിങ്ങളുടെ ചുറ്റിനുമുള്ളവർ വിചാരിക്കാറുണ്ട്. ഏതൊക്കെ ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക കേട്ടോ. ക്ലാരിഫൈ 6 ഓഫ് കപ്സ് ക്ലാരിഫൈ ചെയ്യണ്ട.
നിങ്ങൾ വളരെ എന്താ പറയുക, ഒരുപാട് കാലത്തെ ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കുന്ന ഒരാളാണ്. കുടുംബ ബന്ധങ്ങളാവട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം തന്നെ ഒരുപാട് കാലമായിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ സ്കൂൾ കോളേജ് ടൈം മുതലുള്ള ഫ്രണ്ട്ഷിപ്സ്, അതേപോലെ ഇപ്പോൾ കസിൻസൊക്കെ ആയിട്ടായാലും എപ്പോഴും കോണ്ടാക്റ്റിൽ ഉണ്ടായിരിക്കുക, ഫാമിലി മെമ്പേഴ്സുമായിട്ട് എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. ഓർമ്മകളൊക്കെ ഒരുപാട് സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. നൊസ്റ്റാൾജിക് മെമ്മറീസൊക്കെ സൂക്ഷിക്കുന്ന ആളാണ് നിങ്ങൾ എന്നൊക്കെ തന്നെ. ഇവർ എപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് നിങ്ങൾ വീണ്ടും തുടങ്ങും എന്നുള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരില്ലേ, അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെന്നും അഭിപ്രായമുണ്ട് കേട്ടോ. 3 of Pentacles ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ദിവാൻ. വൈ 3 of Pentacles? വൈ 3 of Pentacles? ഏസ് ഓഫ് കപ്സ് ആൻഡ് ക്വീൻ ഓഫ് വോൺസ്. അതായത് ഇത് നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങളൊരു ടീമിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ടീം മെമ്പേഴ്സിനൊക്കെ നിങ്ങളെ വളരെ ബഹുമാനവും, അതായത് നിങ്ങൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരാളാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും, നിങ്ങളുടെ ടീമിലാണ് എന്തെങ്കിലും പ്രശ്നം വന്നോ അവരാദ്യം നിങ്ങളുടെ അടുത്തേക്കായിരിക്കും വരിക. അവർക്ക് തൃപ്തിയാവുന്ന രീതിയിൽ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ നിങ്ങൾക്കത് ദേഷ്യപ്പെട്ടിട്ടൊന്നും അല്ല, നിങ്ങൾ വളരെ ക്ഷമയോടെ സ്നേഹത്തോടെ നിങ്ങളുടെ ടീമിലുള്ള മറ്റുള്ളവരെ ഒന്നിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. വളരെ സ്ട്രോങ് ടീം സപ്പോർട്ടുള്ള, നിങ്ങൾ എല്ലാവർക്കും ബഹുമാനമാണ്. നിങ്ങളുടെ ടീമിലുള്ള, നിങ്ങളുടെ ജോലി കരിയറിലുള്ള ആൾക്കാർക്കൊക്കെ, ഓഫീസിലുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ വളരെയധികം ബഹുമാനമാണ് എന്നും കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ക്ഷമയോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട്. ഗുഡ് ടീം വർക്ക് എന്നുള്ളൊരു അഭിപ്രായം നിങ്ങളെ പറ്റിയുണ്ട്. കിങ് ഓഫ് കപ്സ് വെച്ച് വീണ്ടും നിങ്ങൾ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. വീണ്ടും അവിടെ ഒരു ഇമോഷണൽ സൈഡ്, വളരെ ഇമോഷണലായിട്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്ന, വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും ആൾക്കാർക്ക് അഭിപ്രായമുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്തൊരു സഹായം വന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്തു കൊടുക്കും. അതേപോലെ സ്വന്തമായിട്ട് കുറച്ച് ടേക്ക് കെയർ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. നന്നായി ഒരുങ്ങാൻ, നല്ല ഡ്രസ്സ് ഇടാൻ, നല്ലപോലെ ഒരുങ്ങിയിരിക്കാനൊക്കെ, പ്രസൻറ്റബിളായിട്ട് ഇരിക്കുക പറയില്ലേ, അങ്ങനെ നിങ്ങളുടെ സംസാരമായാലും എല്ലാം ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും. അങ്ങനെ ഒരു പെട്ടെന്ന് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ എന്നും അവർക്ക് അഭിപ്രായമുണ്ട്. 2 of Wands എന്താണ്? ക്ലാരിഫൈ 2 of Wands. ക്ലാരിഫൈ 2 of Wands. ക്ലാരിഫൈ 2 of Wands. അതായത് ഇടയ്ക്ക് ചില കൺഫ്യൂഷൻസ് നിങ്ങളെ പിടികൂടും എന്നും, അതായത് ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായി പോകുന്നത് പോലെ, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ചോയ്സ് തന്നു, അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സ്റ്റക്കാവും അവിടെ. കാരണം നിങ്ങൾക്ക് ഒന്നിരുന്ന് ആലോചിച്ച് മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ക്യാരക്ടറാണ് എന്നും, അതായത് എടുത്തു പിടിച്ച ഒരു തീരുമാനം പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്കൊന്ന് ശാന്തമായി ഇരുന്ന് ആലോചിച്ച് മാത്രമേ നിങ്ങൾ കാര്യങ്ങൾ തീരുമാനം എടുക്കുള്ളൂ. എടുപിടി എന്ന് പറഞ്ഞൊരു തീരുമാനമൊക്കെ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കില്ല. അവിടെ നിങ്ങൾ സ്റ്റക്കായി പോകും എന്നൊരു അഭിപ്രായവും ഉണ്ട് കേട്ടോ. 4 of Wands വെച്ചിട്ട് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളൊക്കെ ഒരു ഇവൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 4 ആൾ കൂടുന്ന സ്ഥലത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ജീവൻ നിങ്ങളായിരിക്കും. ഇങ്ങനെ നന്നായി സംസാരിച്ച് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഒരു നല്ല ഇവൻറ്റ് മാനേജർ ആയിരിക്കാം. ഓക്കെ, മീറ്റിങ്ങിലൊക്കെ, ഒരു മീറ്റിങ്ങിൽ, ഓഫീസ് മീറ്റിങ്ങിലാണ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത് നിൽക്കും അവിടെ. അല്ല, വെറുതെ ഒരു കല്യാണത്തിന് പോയതാണ്, എല്ലാവരും നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കും, നിങ്ങളെ ശ്രദ്ധിക്കും ആൾക്കാർ. പെട്ടെന്ന് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു ഗ്രൂപ്പിൽ നിൽക്കുകയാണ്, ഒരു 100 പേര് നിൽക്കുകയാണ്, നിങ്ങളെ എടുത്ത് കാണും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. നിങ്ങളൊരു റൂമിൽ വന്ന് കയറി അവിടെ ഉള്ളവരെ പെട്ടെന്ന് സംസാരിച്ച് കയ്യിലെടുക്കാൻ അങ്ങനെയൊക്കെ കഴിവുള്ള ഒരാളാണ് നിങ്ങൾ. അത് വെച്ച് വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ് നിങ്ങളെന്നും അഭിപ്രായമുണ്ട് കേട്ടോ. ക്ലാരിഫൈ 9 of Swords. ക്ലാരിഫൈ 9 of Swords. ക്ലാരിഫൈ 9 of Swords. ഇത് കുഞ്ഞ് റീഡിങ് ആണ് കേട്ടോ. കാരണം ലൈവും കൂടെ തീർന്നതാണ്, ഞാനങ്ങ് വല്ലാതെ ടയേർഡായി. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 9 of Pentacles. നിങ്ങളുടെ ജോലിയുടെ റെസ്പോൺസിബിലിറ്റി മൂലം
നിങ്ങൾ പല കാര്യങ്ങൾക്കും അവൈലബിൾ അല്ല എന്നും ഒരു അഭിപ്രായമുണ്ട്. നിങ്ങൾ ജോലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ചിലർ കുറച്ച് പൈസ സമ്പാദിക്കാൻ കുറച്ച് താല്പര്യം കൂടുതലാണ് നിങ്ങൾക്ക്. സേവിങ്സിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നു, ജോലിയിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നു, വേറെ ഒന്നിനും സമയമില്ല അന്നങ്ങനെ പറയില്ല. എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞിരിക്കും. ജോലിയിൽ ഓവർ എൻതൂസിയാസ്റ്റിക് ആണ്. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് അവൈലബിൾ അല്ല എന്ന്. വേറെ ഒരു കാര്യത്തിന് ഒരു കടയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചാൽ നിങ്ങൾ പറയുമോ എനിക്ക് ജോലിയുണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകാമെന്ന് വിളിച്ചാൽ പറയുമോ ജോലിയുണ്ട് എന്ന് പറയും. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഒന്നിനും നിങ്ങൾ അവൈലബിൾ അല്ല, നിങ്ങൾ കുറച്ച് സ്വന്തം കാര്യത്തിൽ കുറച്ച് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളൊരു അഭിപ്രായം കുറച്ച് പേരെ കുറിച്ചുണ്ട് കേട്ടോ. എംപറർ വെച്ചിട്ട് നിങ്ങൾ ഇച്ചിരി ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നും ഒരു അഭിപ്രായമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് വാശിയും അതേപോലെ കുറച്ച് കടുംപിടുത്തം എന്ന് പറയില്ലേ, നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത്തിരി കടുംപിടുത്തം പിടിക്കാറുണ്ട് എന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. നിങ്ങളൊന്ന് തീരുമാനിച്ചാൽ അതിൽ നിന്ന് മാറില്ല. പെട്ടെന്ന് ആ തീരുമാനം മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാറില്ല. അത് തന്നെ വേണമെന്ന് നിങ്ങൾ അങ്ങനെ തന്നെ വേണമെന്ന് നിങ്ങൾ ഒരു വാശി പിടിക്കും എന്ന അഭിപ്രായം ചിലർക്കുണ്ട് കേട്ടോ. ചിലരെ കുറിച്ചുണ്ട്. ഒരു 3-4 കാർഡ് കൂടെ എടുക്കാം, നല്ല രസമുണ്ട് അത് കേൾക്കാനല്ലേ. ഗീവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. ഇതിൽ എൻ്റെയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ക്ലാരിഫൈ. ആരാ എനിക്ക് വേണ്ടി നോക്കുന്നത് എനിക്കറിയില്ല. എന്നെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചാലല്ലേ ഇത് കിട്ടുള്ളൂ അല്ലേ. Give me some more cards. Give me some more cards. Give me some more cards. Wheel of Fortune. Good. Empress. The Moon. 2 of Cups. The Star. നല്ല അഭിപ്രായമാണല്ലോ. 7 of Cups. മതി അല്ലേ. വീൽ ഓഫ് ഫോർച്യൂൺ ഒന്ന് എപ്പോഴും ഒരു വീൽ ഓഫ് ഫോർച്യൂൺ പറയുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഒരു എന്താ പറയുക, ഒരു മോശം സമയത്ത് പോലും ഈ സമയം മാറി വരും, ഉടനെ തന്നെ ഒരു പോസിറ്റീവ് സൈഡ് നമുക്ക് കാണാൻ സാധിക്കും എന്നൊക്കെ നിങ്ങളും വിശ്വസിച്ച് മറ്റുള്ളവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ് നിങ്ങൾ എന്ന് തന്നെ. ഒരു പോസിറ്റീവ് സൈഡ് എപ്പോഴും കാണുന്ന രീതിയിൽ എന്ത് പ്രശ്നത്തിൻ്റെ ഇടയിൽ നിന്നാലില്ല ഇത് കുറച്ച് സമയത്തേക്കാണ് ഇത് മാറും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും, മറ്റുള്ളവരുടെ അടുത്ത് പറയുകയും ചെയ്യും. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും അവർ കരുതുന്നുണ്ട് കേട്ടോ. എംപ്രസ് വെച്ചിട്ട് എംപ്രസ് ആണ്. ആ എംപ്രസിൻ്റെ എല്ലാം അറിയാമല്ലോ നിങ്ങൾക്ക് അല്ലേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ വീണ്ടും പറയാം. എംപ്രസ് എന്ന് പറയുന്ന മറ്റുള്ളവരെ ഒരുപാട് കെയർ ചെയ്യുന്ന, സ്വയവും കെയർ ചെയ്യുന്ന ഒരമ്മയെ പോലെ, ഒരമ്മ കുഞ്ഞിനെ നോക്കും പോലെ മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന, ഏറ്റവും അഭിവൃദ്ധിയോടെ ഇരിക്കുന്ന, സ്വയം നന്നായി ടേക്ക് കെയർ ചെയ്യുന്ന, മറ്റുള്ളവരെയും ടേക്ക് കെയർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എംപ്രസ് എന്ന് പറയുന്നത്. അവരെ കാണാൻ തന്നെ കണ്ടില്ലേ, അങ്ങനെ എലഗൻ്റായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് നിങ്ങൾ. നിങ്ങൾ ആരുടെ ലൈഫിലാണോ കൂടെ ഉള്ളത് അവർക്കൊക്കെ നിങ്ങൾ ഇല്ലാത്തൊരു ലൈഫ് അവർക്ക് ആലോചിക്കാൻ പറ്റില്ല. അത്രയും മാത്രം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, നിങ്ങളുടെ പേഴ്സൺ ആവട്ടെ, റിലേറ്റീവ്സ് ആവട്ടെ, ഫാമിലി ആവട്ടെ, നിങ്ങളുടെ ഒരു പ്രസൻസ് അവിടെ അവർക്ക് വേണം എപ്പോഴും. നിങ്ങളില്ലാത്തൊരു സമയമൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ് നിങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്ലൂമിനെസ് വരും, ഇടയ്ക്ക് ഒരു ഓവർ തിങ്കിങ് വരും എന്നും ചിലർ പറയുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന കാണാം. എന്താണോ പ്രശ്നം എന്താണെന്ന് പറയുകയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. ഇടയ്ക്ക് ഇങ്ങനെ വേറൊരു സോണിലേക്ക് നിങ്ങൾ പോകുന്നത് പോലെ തോന്നാറുണ്ട് എന്നും ചിലർ പറയാറുണ്ട് കേട്ടോ. 2 of Cups എന്താണ്? 2 of Cups വെച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് 2 of Cups വെച്ച് ഉദ്ദേശിക്കുന്നത്? ലവേഴ്സ്. നിങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ് എന്നും, ഇത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും പറയണ്ടാവുക. നിങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളാണ് എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കും അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അല്ലേ. റൊമാൻറ്റിക് വശം നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ലേ കാണുന്നുള്ളൂ, അങ്ങനെയും പറയുന്നുണ്ട്. ഓക്കെ. സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ വളരെ പോസിറ്റിവിറ്റി മറ്റുള്ളവർക്ക് കൊണ്ടുവരുന്ന ഒരാളാണ് എന്ന് തന്നെ. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങളാണ് താരം എന്നും അവർ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഇതും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതാവാനാണ് സാധ്യത.
കാരണം നിങ്ങൾ അവരുടെ ഒരു ലക്കി ചാമാണ് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതാവാനാണ് ഇത് കൂടുതൽ സാധ്യത. നിങ്ങളുടെ ഫാമിലിയുമായിരിക്കാം കേട്ടോ. നിങ്ങൾക്ക് അവർ വളരെ അവർക്ക് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ലൈഫിലെ ലക്കി ചാമാണെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. 7 ഓഫ് കപ്സ് വെച്ചിട്ട് ഇടയ്ക്ക് ഒരു ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജിയിലേക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കാണാം. എന്താണോ ഈ ചിന്തിച്ചു കൂട്ടുന്നത്, അത് ഈ മൂണിൻ്റെ തൊട്ട് താഴെ വന്ന കാർഡാണേ. 7 ഓഫ് കപ്സ് വെച്ച ഒരുപാട് കാര്യങ്ങൾ തലയിലേക്ക് എടുത്ത് വെച്ച് കൺഫ്യൂസ്ഡ് ആവുക, എന്നിട്ട് ഇങ്ങനെ ഒരു ഡേ ഡ്രീമിങ്ങിൽ ഇരിക്കുക. അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നും നിങ്ങൾക്ക് ചുറ്റിനുള്ളവർ പറയുന്നുണ്ട് കേട്ടോ. അതായത് ആവശ്യമില്ലാതെ വഴിയെ പോകുന്ന എല്ലാ പ്രശ്നങ്ങളും എടുത്ത് തലയിലേക്ക് വെക്കുക, എന്നിട്ട് ഇത് എങ്ങനെ സോൾവ് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുക, ആലോചിച്ചിരിക്കുക. അങ്ങനെ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ചുറ്റിനുള്ളവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും പോരെ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു മറ്റുള്ളവരുടെ കണ്ണിലൂടെ നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മൾ അറിയാൻ ശ്രമിച്ചപ്പോൾ കണ്ട കാര്യങ്ങൾ. ഓക്കെ, ആകെ മൊത്തം നല്ലതായിരുന്നു അല്ലേ? അങ്ങനെ വളരെ മോശപ്പെട്ടതായിട്ട് ഒന്നും തന്നെ കണ്ടില്ല. അപ്പം നമ്മുടെ സ്വഭാവം മോശമില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? അതാണ്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹൈപ്പ് പറ്റുമെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കണേ. അതേപോലെ ഇനിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ ദയവായി നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം, കോണ്ടാക്ട് ചെയ്തോളൂ. അടുത്ത ലൈവ് 99% ഞാൻ ഫ്രൈഡേ വരും. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.